ഹായ്, ഈ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീട്, 830 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന 2 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ആ ഒരു വീടിന്റെ പ്ലാനും ഇതിന്റെ ഡിസൈനുകളും അതോടൊപ്പം തന്നെ ആ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നതുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹരിദാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് അയാൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാനോ 3D കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഓഫീസിന്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ പ്ലാൻ അല്ലെങ്കിൽ 3D പെർമിറ്റ്, അതുപോലെ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഞങ്ങൾ നോർമൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ പാലക്കാട്, മലപ്പുറം, കോട്ടയം ജില്ലകളിൽ വലിയ വർക്കുകൾ വരികയാണെങ്കിൽ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കാണാം. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു വീടിന്റെ പ്ലാനാണ് നോക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ പ്ലാൻ കാണിക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 150-200 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു ലിവിംഗ് ഹാളിലേക്കാണ് വരുന്നത്. 300-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഇവിടെ ലിവിംഗ് ഹാൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഡൈനിങ്, അത്യാവശ്യം വലിയൊരു ഡൈനിങ് ആണ് വരുന്നത്. 536-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കിച്ചൺ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 320-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് 2 ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലാൻ വരുന്നത്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, 2 ബെഡ്റൂമുകൾ, 2 ബാത്റൂം ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ 3D പ്ലാൻ കാണാം. അപ്പോൾ നമ്മൾ പ്ലാനിൽ കണ്ട കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫർണിച്ചറൊക്കെ എവിടെയാണ് കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ്. അപ്പോൾ ഞാനിതിന്റെ ഒരു 3D പ്ലാനിന്റെ ഒരു വ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. നമുക്കിവിടെ സിറ്റ് ഔട്ട് കാണാവുന്നതാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി കാണാം, ആ ഒരു ചെയർ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം സ്പേസ് അവിടെ ബാക്കി ഉണ്ടാവും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലിവിംഗ് ഹാളിൽ ആ ഒരു ഭിത്തിയിൽ TV വരുന്നുണ്ട്. ഇതിപ്പോൾ കോർണർ സോഫയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ വാഷ് ഏരിയ എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ കിച്ചൺ, 2 ബെഡ്റൂമുകൾ, ബെഡ്റൂമിന്റെ വാർഡ്രോബുകൾ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതും ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 3D പ്ലാൻ കാണുമ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ റേറ്റ് ഇട്ടിരിക്കുന്നത് ഞങ്ങൾ സാധാരണ ചെയ്യുന്ന വർക്കിന്റെ ഒരു ആവറേജ് റേറ്റ് വെച്ചിട്ടാണ് എല്ലാ വീടുകളുടെയും നിർമ്മാണ ചെലവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സൈറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ലൊക്കേഷൻ ഇതൊന്നും കാണാതെ നമുക്കൊരിക്കലും ഒരു ബജറ്റ് പറയാനായിട്ട് പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്നത് നോർമലായിട്ട് ചെയ്യുന്ന 2 അടി താഴ്ചയിൽ കരിങ്കല്ല് കൊണ്ടുള്ള റബിൾ ഫൗണ്ടേഷൻ മെത്തേഡിൽ വരുന്ന സിമെന്റ് ബ്രിക്ക് വെച്ച് ചെയ്യുന്ന ഒരു വർക്കിന്റെ റേറ്റ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിന്റെ നിർമ്മാണ ചെലവ് എത്ര വേണം നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ 2,75,000 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. സാധാരണ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ഞാൻ അവസാനം പറയാം. അപ്പോൾ 2,75,000 ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നുണ്ട്. അടുത്തത് അതിന്റെ ബ്രിക്ക് വർക്ക്, ലിൻഡൽ, സൺഷെയ്ഡ്, വാർക്ക വരെയുള്ള കോസ്റ്റ് 6,37,000 രൂപ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് 9,12,000 രൂപ ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് വരും. നമ്മൾ പ്ലാസ്റ്ററിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്തതാണ് വരുന്നത് അതിന്റെ ഫിനിഷിംഗ് വർക്ക്, അതായത് പ്ലാസ്റ്ററിങ്, പെയിന്റിങ്, ടൈല്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഡോർ, വിൻഡോ ഇങ്ങനെയുള്ള വർക്കുകൾക്കൊക്കെ ആയിട്ട് 7,89,000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകെ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് 17,01,794 രൂപ, അതായത് 17 ലക്ഷം രൂപ ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ട് നമുക്ക് ബജറ്റ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇതേ റേറ്റ് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ സ്ഥലം ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ള ഇതിലൊരു സ്പെസിഫിക്കേഷൻ ചെയ്തിട്ട് വരുന്നത്, ഞങ്ങൾ സാധാരണ ഒരു വീട് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണ്, അപ്പോൾ ആൾക്കൊരു റേറ്റ് നമ്മൾ പറയുമല്ലോ, നമ്മുടെ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെയ്യുന്ന നോർമലായിട്ടുള്ള സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള റേറ്റ് ആണ് എല്ലാ വീഡിയോയിലും പറയുന്നത്. ഇപ്പോൾ ക്ലയന്റ് പറയുകയാണ് നമുക്ക് അത്രയ്ക്ക് ഒരു ബജറ്റിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ അതിന് തൊട്ട് താഴെയുള്ള, ഇത് അത്രയ്ക്കൊരു ചീപ്പ് ക്വാളിറ്റിയിലേക്ക് പോവാതെ എന്നാൽ റേറ്റിന് കുറച്ച് താഴെ കുറവ് റേറ്റിന് കിട്ടുന്ന മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ബജറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് പല ആൾക്കാരും വിചാരിക്കുന്നത് റേറ്റ് കൂടുതലാണ് എന്ന് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. ചിലവർ റേറ്റ് കുറവാണ് എന്നും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ വീഡിയോസിൽ ഞാൻ സ്ഥിരമായിട്ട് അത് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ് എടുക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് അറിയേണ്ടത്.
പക്ഷേ നമ്മൾ ഒരിക്കലും ആദ്യം തന്നെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് പറയില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ടാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 2050 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഈ വീട് നിർമ്മിക്കാനായിട്ട് വരും. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് വെച്ചുകൊണ്ട് എല്ലാ 1000 സ്ക്വയർ ഫീറ്റ് വീടിനും ഒരേ റേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ്റെ കാര്യം തന്നെയാണ്. അതിൽ എർത്ത് വർക്ക് ഒരു 8500 രൂപ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ മണ്ണ് മാറ്റാനും അതുപോലെ സൈറ്റ് ക്ലിയറിങ്ങിനൊക്കെ ആയിട്ട് ആ ഒരു 8500 രൂപയാണ് അതിൻ്റെ ബജറ്റ്. പിന്നെ 1,80,000 രൂപ കരിങ്കല്ലിൻ്റെ വർക്ക്, അതിന് മുകളിൽ ബെൽറ്റ് 62,000 രൂപ ബെൽറ്റ്. ഇത് ഞാൻ പറയുന്നത് മെറ്റീരിയൽസ് പ്ലസ് ലേബർ ഒക്കെയാണ്. അടുത്തത് ഇതിൻ്റെ എർത്ത് ഫില്ലിങ് 51,000 രൂപ വരുന്നുണ്ട്. പിന്നെ ഒരു 45,000 രൂപ വരെ ആ ഒരു തറയുടെ മുകളിൽ നമ്മൾ PCC കോൺക്രീറ്റ് ചെയ്യുമല്ലോ, ആ ഒരു റേറ്റ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് 2,75,000 രൂപ ഈ ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ ബ്രിക്ക് വർക്ക് 3,28,000 രൂപ, ലിൻഡൽ സൺഷെയ്ഡ് 69,000 രൂപ ലിൻഡലിൻ്റെ സൺഷെയ്ഡിൻ്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ വാർക്ക റൂഫ് സ്ലാബിന് 2,39,100 രൂപ, 2,40,000 രൂപ വാർക്കയുടെ കോസ്റ്റും വരുന്നുണ്ട്. ഇത്രയാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് 9,12,000 രൂപ നമുക്ക് ആകെ ചിലവ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളാണത്. അത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അനുസരിച്ചിരിക്കും. ചിലർക്ക് പെയിൻറ്റിങ്ങിന് പുട്ടി വേണ്ടി വരും, പുട്ടി വേണ്ടാത്തവരുണ്ടാവും. അങ്ങനെ പല ഡിസൈൻ വർക്കുകൾ എക്സ്ട്രാ വേണ്ടവരുണ്ടാവും. ഇതിൽ പ്ലാസ്റ്ററിങ് 2,14,000 രൂപയാണ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നത്. പെയിൻറ്റിങ് 1,57,000 രൂപ, ടൈല് 1,39,000 രൂപ. പിന്നീട് വരുന്ന ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർ, വിൻഡോ 2,78,000 രൂപ. ഇതിലൊക്കെ നമുക്ക് റേറ്റ് ക്ലയൻറ്റിന് വിട്ടുകൊടുക്കുന്നതാണ് പല കാര്യങ്ങളും. ക്ലയൻറ്റിന് ഇന്ന ബ്രാൻഡ് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബ്രാൻഡ് ഒഴിവാക്കി അതിൽ കുറവുള്ള ബ്രാൻഡുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകൾ, അതിൽ കൂടുതൽ ഒരു പ്രീമിയം ബ്രാൻഡിലേക്ക് ക്ലയൻറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ റേറ്റ് നമുക്ക് ഒരിക്കലും ഒരു ഇത്ര വരും എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജാണ്. ഇപ്പോൾ ബാത്റൂമിൻ്റെ കേസായാലും ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഇത്ര ചെയ്യാം, ഇത്ര രൂപയ്ക്ക് ചെയ്യാം എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. പക്ഷേ ഇതിൽ എത്ര ബാത്റൂം ഉണ്ടാവും എന്നുള്ളതൊന്നും, ഇപ്പോൾ ഒരു ബാത്റൂമുള്ള ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും, 2 ബാത്റൂമുള്ള 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും. പക്ഷേ രണ്ടിനും ഒരേ റേറ്റിനായിരിക്കും പല കോൺട്രാക്ടർമാരും വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ അവരെങ്ങനെയാണ് ആ ഒരു റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇച്ചിരി ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട് നിർമ്മിക്കുകയാണെങ്കിൽ കോൺട്രാക്ട് എടുത്ത എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ റേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ അങ്ങനെ 2,78,000 രൂപയാണ് ഈ ഒരു സ്റ്റേജിന് നമ്മൾ ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ 17 ലക്ഷം രൂപ ഈ വീട് നിർമ്മിക്കാനായിട്ട് കോസ്റ്റ് വരും. 830 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീട്. ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ്, നമുക്കൊരിക്കലും 17 ലക്ഷം രൂപയ്ക്ക് തന്നെ ഇത് ചെയ്യാം അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ഇതിൽ കൂടുതലും ചില സമയങ്ങളിൽ വന്നേക്കാം. ചിലപ്പോൾ ഇത് ഇതിലും കുറയാനും സാധ്യതയുണ്ട്. നമ്മളുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സൈറ്റ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഒരു ബെൽറ്റ് കോൺക്രീറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷന് 3.5 അടി, ചില സ്ഥലങ്ങളിൽ 4 അടി വരെയൊക്കെ ഫൗണ്ടേഷൻ നമുക്ക് താഴ്ത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ക്ലയൻറ്റിനെ സംബന്ധിച്ച് ആൾക്ക് കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ തന്നെ മതി എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിക്ക് നിന്നു. അപ്പോൾ അതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ അതിനുശേഷം വരുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ബാത്റൂം ഫിറ്റിങ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊഡക്റ്റ് ഏത് ബ്രാൻഡ് വേണം, അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് റേറ്റ് കുറയ്ക്കാനും നമ്മുടെ ഉദ്ദേശിക്കുന്ന ഒരു ബജറ്റിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇഷ്ടമെങ്കിലേക്ക് ഇതിലുള്ള വീഡിയോസ് താല്പര്യമുണ്ടാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിൻ്റെ പ്ലാനോ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.